എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയും ഇങ്ങനെ, ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയും ദാനവുമാണ് ഒരു വൈദികൻ ആകുക എന്നുള്ളത്. എവിടെ പോയിരുന്നാലും വൈദികനാണ് എന്നുള്ള ചിന്ത ഒരിക്കലും കൈവിടരുത്. കർത്താവിൻ്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ അവിടുത്തേക്ക് തന്നെ സ്തുതി ഉയരണം എന്ന ആഗ്രഹം ജസ്റ്റിനച്ചനുണ്ടായിരുന്നു. ദേവാലയ അന്തരീക്ഷത്തിൽ മാത്രമല്ല, അതിനപ്പുറവും ഈ ഗാനത്തിൻ്റെ അലയൊലികൾ കേൾക്കുന്നു എന്നറിഞ്ഞപ്പോൾ തോന്നിയത് വലിയ ആത്മനിർവൃതി. എങ്കിലും പാട്ടിൻ്റെ ലോകം നൽകുന്ന പ്രശസ്തിയേക്കാൾ തൻ്റെ വൈദിക വൃത്തിയിലാണ് ഈ പുരോഹിതൻ അഭിമാനം കൊള്ളുന്നത്. ഒരു ദിവസം എനിക്ക് രാത്രി ഇങ്ങനെ തോന്നി, എൻ്റെ വൈദിക അന്താസിനെ ഇതൊരു മങ്ങൽ ഏൽപ്പിക്കുമോ എന്ന് പെട്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ അമ്മ പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്, മകനെ, ദൈവം തന്നൊരു അനുഗ്രഹമാണ് വൈദിക അന്താസ്, അതിനൊരിക്കലും പോരായ്മ വരുത്തരുത്. അതും കൂടി ഇങ്ങോട്ട് കേട്ടപ്പോൾ അന്ന് രാത്രി ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു, ഇനി ഇതിലേക്ക് പോകില്ല എന്നുള്ളത്. ടു പ്രേ മീൻസ് ടു ലവ് ഗോഡ്. അതാണ്. അപ്പോൾ നമ്മൾ ദൈവവുമായിട്ട് ആ സ്നേഹബന്ധത്തിൽ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ വ്യതിയാനം, നമുക്കൊരു സംതൃപ്തിയുണ്ട്, എല്ലാം നമുക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടും. കർത്താവിനെ പോലെ ആകുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഈ പാട്ടുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചതിൻ്റെ കഴിവുകൊണ്ടല്ല, അപ്പോൾ ഈ പ്രാർത്ഥനയും സൽപ്രവർത്തികളും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഈ വരപ്രസാദത്തിൽ വളരുന്നത്. നമ്മളതിൽ അങ്ങനെ ദൈവമായിട്ട് അങ്ങ് അടുത്ത് കഴിയുമ്പോഴുണ്ടല്ല, നമ്മൾ വലിയവരായിട്ട് മാറും. ദൈവം നമ്മളെ വലിയവരാക്കും. ദൈവത്തിന് മുമ്പിൽ നമ്മൾ വലിയവരായാൽ മതി. മനുഷ്യന് മുമ്പിൽ വലിയവരായിട്ട് നമുക്ക് എന്ത് കിട്ടാൻ?